ഇന്നത്തെ നമ്മുടെ യാത്ര രണ്ട് പ്രധാന പ്രകൃതിരമണീയമായ സ്ഥലങ്ങളിലേക്കാണ്. ശിവനസമുദ്ര വാട്ടർഫാൾസ് കാണുന്നതിനും മറ്റൊന്ന് തിമ്മപ്പനബെട്ട അല്ലെങ്കിൽ ട്വിൻ റോക്ക് ഹിൽ എന്നു പേരുള്ള ഒരു അതിമനോഹരമായ ഒരിടത്തേക്കും കൂടിയാണ്. ആദ്യം ശിവനസമുദ്രയിലേക്കാണ് ഞങ്ങൾ പോയത്. ഇന്നത്തെ എൻ്റെ യാത്ര എൻ്റെ കുഞ്ഞനിയൻ്റെ കൂടെ അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഹുണ്ടായ് അൽക്കസാറിലാണ് കേട്ടോ. കുറച്ചൊക്കെ ഡ്രൈവ് ചെയ്തെങ്കിലും ഈ യാത്രയിൽ പാസഞ്ചർ സീറ്റിലിരുന്ന് യാത്ര ചെയ്യാനാണ് ഞാൻ തീരുമാനിച്ചത്. ശിവനസമുദ്രയിലേക്ക് ഈ സമയം പോയാൽ വെള്ളമൊന്നും കാണില്ലെന്ന് എനിക്ക് നേരത്തെ തന്നെ വാണിംഗ് കിട്ടിയിരുന്നു. എങ്കിലും വെള്ളമില്ലാത്ത ശിവനസമുദ്ര എങ്ങനെയാണ് ഉണ്ടാകുക എന്നൊരു കൗതുകത്തിൽ ആദ്യം അങ്ങോട്ടേക്ക് തന്നെ ഞങ്ങൾ പോയി. മഴക്കാലത്ത് ജനങ്ങൾ തിങ്ങി നിറയുന്ന ഇവിടെ ഒരു വേനൽക്കാലത്ത് നട്ടുച്ചയ്ക്ക് വന്നാൽ ദേ ഇങ്ങനെ ഇരിക്കും. ഒരല്പം വിഷമമൊക്കെ തോന്നിയെങ്കിലും ഇതും നല്ലൊരു യാത്രാ അനുഭവമല്ലേ എന്ന് ചിന്തിച്ച് സമാധാനിച്ചു. മഴക്കാലത്തെ തിരക്കൊക്കെ നിയന്ത്രിച്ച് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അതിമനോഹരമായ ദൃശ്യം എല്ലാവർക്കും കാണാനും ആസ്വദിക്കാനുമാകുന്ന രീതിയിൽ ഇവിടെ പടവുകളും ഇരിപ്പിടങ്ങളും നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളം കുറവാണെങ്കിലും വെള്ളം പതിക്കുന്നതിൻ്റെ മുഴക്കം ആ പ്രദേശം മുഴുവൻ കേട്ടുകൊണ്ടിരുന്നു. മാണ്ഡ്യ ജില്ലയുടെ അതിർത്തിയിൽ ചാമരാജനഗർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കാവേരി നദിയിലെ പ്രശസ്തമായ വെള്ളച്ചാട്ടമാണ് ശിവനസമുദ്ര. മഴക്കാലത്തിന് ശേഷം ഉടൻ സന്ദർശിക്കേണ്ട ഇടമാണിത്. ശിവനസമുദ്രയിൽ രണ്ട് വെള്ളച്ചാട്ടങ്ങളുണ്ട്, ഗഗനചുക്കി, ഭാരചുക്കി. ഒരേ കാവേരി നദിയുടെ ഭാഗമാണെങ്കിലും ഗഗനചുക്കിയും ഭാരചുക്കിയും കാണാനുള്ള വ്യൂ പോയിന്റുകൾ ഏകദേശം 15 കിലോമീറ്റർ അകലെയാണ്. വെള്ളം നിറയുന്ന ഒരു ദിനം ഇവിടം സന്ദർശിക്കാമെന്നുറച്ച് ഞങ്ങൾ അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് പോയി. ഇന്നത്തെ നമ്മുടെ ഡ്രൈവ് മുഴുവൻ ഈ സുന്ദരിയുടെ കൂടെയാണ് കേട്ടോ. ഹ്യുണ്ടായുടെ അൽക്കസാർ സിഗ്നേച്ചർ ഡീസൽ ഓട്ടോമാറ്റിക് 7 സീറ്റർ കാറാണിത്. അകത്ത് ഒത്തിരി സ്പേഷ്യസ് ഉള്ള കുടുംബങ്ങൾക്ക് നല്ല സുഗമമായി ദീർഘദൂരം യാത്ര ചെയ്യാനാകുന്ന ഒരു സുന്ദരൻ കാർ. പാരാനോമിക് സൺറൂഫും നല്ല സുന്ദരൻ അടിപൊളി ഡാഷ്ബോർഡും ഒക്കെയായി എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഈ വണ്ടി. ശിവനസമുദ്രയിൽ നിന്നും ഇനിയൊരു 93 കിലോമീറ്റർ അകലെയുള്ള തിമ്മപ്പനബെട്ടയിലേക്ക്. ഒരുപാട് റീലുകളിൽ തിമ്മപ്പനബെട്ടയിലെ പ്രശസ്തമായ ഇരട്ടപ്പാറയുടെ ചിത്രങ്ങളും വീഡിയോകളും ഞാൻ കണ്ടിട്ടുണ്ട്. എങ്കിലും ക്യാമറയേക്കാൾ അതിമനോഹരമായ ചിത്രങ്ങൾ പകർത്താൻ ദൈവം തന്ന നമ്മുടെ കണ്ണുകൾ തന്നെ വേണ്ടേ. ബെട്ടയെ പോലെ അതിസുന്ദരമാണ് ഇവിടേക്കുള്ള വഴികൾ. വാരാന്ത്യങ്ങളിൽ ഒരു ശാന്തമായ ഡ്രൈവ് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഇടങ്ങൾ. അകലെ വെച്ച് തന്നെ നമുക്ക് ആ ഇരട്ടപ്പാറകൾ കാണുന്നതിനാകും. ഒരു കാട്ടുപാത പോലെ തോന്നുമെങ്കിലും
ഇടയ്ക്കിടെ കാണാനാകുന്ന ആ ഇരട്ടകൾ നമ്മളെ കൃത്യസ്ഥാനത്തേക്ക് എത്തിക്കും. വഴിയിൽ വെച്ച് വ്യൂ പോയിന്റ് എന്ന് തോന്നിക്കുന്ന ഒരിടത്ത് ഞങ്ങൾ വണ്ടി നിർത്തി. ഇത് മുതൽ പെട്ട വരെയുള്ള വഴി വൈകുന്നേരം 6:30 മണിക്ക് ശേഷം അടച്ചിടും. ബെട്ടയിലെ ഈ പാതകൾ ആദ്യം ഞങ്ങളെ ചെറുതായൊന്ന് ഭയപ്പെടുത്തി. എത്രയും പെട്ടെന്ന് ഷൂട്ടിംഗ് അവസാനിപ്പിച്ച് ഇരുട്ട് മുമ്പ് തിരിച്ചു പോകാമെന്നായി. ബെട്ടയ്ക്ക് മുമ്പ് പാർക്കിംഗ് ചെയ്യാനുള്ള ഇടമെന്ന് തോന്നുന്ന ഒരിടത്ത് കാർ നിർത്തി ഞങ്ങൾ ഇറങ്ങി നടന്നു. എന്നാൽ ബെട്ടയുടെ അടുത്ത് എത്തിയതോടെ പ്രകൃതി ആകെ മാറി. ബെട്ടയ്ക്ക് വലതുവശത്തുള്ള ഈ ഇടത്തു നിന്നും താഴേക്ക് നോക്കുമ്പോൾ കുട്ടാഗലിൻ്റെ അതിമനോഹരമായ ഒരു വ്യൂ കിട്ടും. ബെട്ടയ്ക്ക് മുകളിലെ ശ്രീ ബെട്ടട തിമ്മപ്പ സ്വാമി ക്ഷേത്രത്തിന് വശത്തായി കാർ പാർക്കിംഗ് സൗകര്യമുണ്ട്. അതുകൊണ്ട് നമ്മുടെ അൽക്കസാറിനെ അവിടേക്ക് കൊണ്ടുപോയി ഇടാൻ ഞങ്ങൾ തീരുമാനിച്ചു. ക്ഷേത്രത്തിന് വശത്തായി കാർ പാർക്ക് ചെയ്യുന്നതിന് ക്ഷേത്രം സൂക്ഷിപ്പുകാരന് തോന്നിച്ച ഒരാൾ ഞങ്ങളിൽ നിന്നും 50 രൂപയാണ് ഈടാക്കിയത്. കുട്ടാകലിൻ്റെ മനോഹരമായ ഈ ദൃശ്യം പകർത്താൻ ഞാൻ മെല്ലെ വ്യൂ പോയിന്റിലേക്ക് ഇറങ്ങി. ഇവിടെ ഇരുന്ന് ഈ ഭംഗി ആസ്വദിക്കാനായി ഒരിരിപ്പിടം അവർ പണിതു വച്ചിട്ടുണ്ട്. അതിമനോഹരമായ ദൃശ്യവും നല്ല തണുത്ത കാറ്റും. പിന്നീട് ഞങ്ങൾ ആ പ്രശസ്തമായ ഇരട്ടപ്പാറകൾ കാണുന്നതിനായി ബെട്ടയുടെ ഇടതുവശത്തേക്ക് പോയി. ആയാസരഹിതമായി കയറാനാകുന്ന ഒരു പാറയാണിത്. ഒരു ട്രെക്കിംഗ് അനുഭവം വേണ്ടവർക്ക് കുട്ടാഗലിൽ നിന്നും ആരംഭിക്കുന്ന ഒരു ട്രെക്കിംഗ് പോയിന്റിൽ നിന്നും ഇവിടം വരെ ട്രക്ക് ചെയ്ത് വരുന്നതിനാകും. അങ്ങനെ അതിമനോഹരമായൊരു ശില്പം പോലെ പ്രകൃതിയുടെ കലാകാരൻ നിർമ്മിച്ച ആ ഇരട്ടപ്പാറകൾ. ജോഡി ബന്ധകളു എന്നാണ് കന്നഡയിൽ ഈ ഇരട്ടകളെ പറയുന്നത്. ഗൂഗിളിൽ നിന്നും കിട്ടിയ ചിത്രങ്ങളിൽ നിന്നും മഴക്കാലത്ത് ഇവിടം ഇനിയും സുന്ദരമാകുമെന്ന് കണ്ടു. ഈ പാറയ്ക്ക് മുകളിൽ വരെ നിങ്ങൾക്ക് ഇരുചക്ര വാഹനങ്ങൾ കൊണ്ടുവരുന്നതിനാകും. പക്ഷേ നിങ്ങളുടെ വണ്ടിക്ക് നല്ല ഗ്രിപ്പുണ്ടെങ്കിൽ മാത്രം ചെയ്യാനാകുന്ന ഒരു സാഹസികതയാണത് കേട്ടോ. ബെട്ടയുടെ അതിമനോഹരമായ ദൃശ്യം പകർത്താൻ ഞങ്ങൾ മുകളിലേക്ക് കയറി. ഒരു ചെറിയ വ്യൂ പോയിന്റ് പോലെ തോന്നിക്കുന്ന ഒരിടം ഇവിടെയുണ്ട്. പാറയുടെ അറ്റം വരെ നമുക്ക് പോകാം.
ബെട്ടയിൽ ഇതുവരെ വേലികൾ സ്ഥാപിച്ചിട്ടില്ലാത്തതിനാൽ കുട്ടികളെയും കൊണ്ടുവരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. സൂര്യാസ്തമയത്തിനാണ് ഇവിടം പേര് കേട്ടിരിക്കുന്നത്. ഒരു വൈകുന്നേരം ശാന്തമായി പ്രിയപ്പെട്ടവരോട് വർത്തമാനമൊക്കെ പറഞ്ഞ് പ്രകൃതിയുടെ ഭംഗിയും ആസ്വദിച്ചിരിക്കാൻ ഇതിലും നല്ലൊരിടം കിട്ടുമോ? ബാംഗ്ലൂരിൽ നിന്നും വെറും 63 കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം. കർണാടക തന്നെ അതിമനോഹരമായ ഇത്തരം ബെട്ടകൾ കൊണ്ട് സമൃദ്ധമാണ്. ബെട്ട എന്നാൽ മല, ഉയർന്ന സ്ഥലം എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ. ഭീമാകാരനായ ഒരു ആനയുടെ പുറത്തിരുന്ന് കാണുന്നത് പോലെയാണ് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. ഇളക്കം തട്ടാതെ നൂറ്റാണ്ടുകളോളം ഈ പാറകൾ ഇങ്ങനെ നിൽക്കുന്നത് തന്നെ അത്ഭുതമുള്ള കാര്യമല്ലേ? മഴക്കാലം കഴിയുന്നതോടെ ഇപ്പോൾ വരണ്ടു കാണുന്ന ഈ ഇടമെല്ലാം നല്ല പച്ച പുൽനാമ്പുകൾ കൊണ്ട് ഇനിയും മനോഹരമാക്കും. ബെട്ടയ്ക്ക് മുകളിൽ വരെ വണ്ടി കൊണ്ടുവരാനാകുന്നതിനാൽ വീട്ടിലെ പ്രായമായവരെയും നിങ്ങൾക്ക് ഇവിടേക്ക് കൊണ്ടുവരാം. കുറച്ചു നേരം ഞങ്ങൾ ആ പാറയ്ക്ക് മുകളിൽ വിശ്രമിച്ചു. എൻ്റെ ക്യാമറയ്ക്ക് ഈ മനോഹരമായ ദൃശ്യങ്ങൾ എത്രത്തോളം പകർത്താനായി എന്നതിൽ എനിക്ക് സംശയമുണ്ട്. ഇരട്ടപ്പാറകൾ പോലെ തന്നെ ഈ പാറക്കഷ്ണങ്ങളുടെ ഇടയിൽ നിന്നും ഞങ്ങൾ ഫോട്ടോകളെടുത്തു. ബാംഗ്ലൂരുവിൻ്റെ ശ്വാസം മുട്ടുന്ന ട്രാഫിക്കിൽ നിന്നും ശബ്ദകോലാഹലങ്ങൾ ഏതുമില്ലാത്ത ഒരിടത്തേക്ക് ഇടയ്ക്കിടെ വരുന്നത് തന്നെ മനസ്സിനും ശരീരത്തിനുമുള്ള ഒരു മികച്ച തെറാപ്പിയാണ്. ഞങ്ങൾ തിരിച്ച് ശ്രീ ബെട്ടട തിമ്മപ്പ സ്വാമി ക്ഷേത്രത്തിനടുത്തേക്ക് പോയി. അപ്പോഴേക്കും ക്ഷേത്രം പൂജകളൊക്കെ കഴിഞ്ഞ് അടച്ചിട്ടിരുന്നു. മനോഹരമായ സ്വർണ്ണ നിറമാർന്ന ഉത്തരവും കുഞ്ഞ ക്ഷേത്രകുളവും ഒക്കെയുള്ള മറ്റൊരു മനോഹര ദൃശ്യം. ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോകാമെന്ന് തീരുമാനിച്ചു. ബെട്ടയിലേക്കുള്ള വഴി പോലെ തന്നെ തിരിച്ചിറങ്ങുന്ന വഴികളും അതിമനോഹരമാണ്. നമ്മുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ വൈദ്യൻ ദൈവത്തിൻ്റെ ഈ കരവിരുതുകൾ തന്നെയാണ്. കണ്ണുകളൊന്ന് തുറന്നു പിടിച്ചാൽ തന്നെ അത് നമുക്ക് മനസ്സിലാകും. എൻ്റെ ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനിയും നല്ല നല്ല വീഡിയോകൾ ചെയ്യുന്നതിനുള്ള പ്രോത്സാഹനമായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. വീഡിയോ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് പങ്കിടാനും മറക്കല്ലേ കേട്ടോ.